സൗമ്യ വ്ലോഗ് ഇസ്രയേലിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ നിന്ന് വെക്കേഷൻ നിങ്ങൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറുടെ ഫാമിലിയെ ഇൻഫോം ചെയ്യുക. അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് പെർമിഷൻ വേണം. ഫാമിലി നിങ്ങൾക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് ഏജൻസിയെ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഏജൻസി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയർക്ക് ഒരു റിലീവറെ ഓക്കെ ആക്കണം. ചില ഫാമിലിക്ക് ആ എംപ്ലോയറുടെ മക്കൾ തന്നെ നമ്മൾ വെക്കേഷന് നാട്ടിൽ പോകുന്ന സമയത്ത് അവർ നോക്കിക്കോളും. ചില ഫാമിലി ആണെങ്കിൽ എംപ്ലോയർക്ക് വേറെ റിലീവറെ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഫ്ലൈറ്റ് ടിക്കറ്റും എടുക്കുക. നാട്ടിൽ ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ മാർച്ച്, ഏപ്രിൽ സമയങ്ങളിലെല്ലാം വെക്കേഷന് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ എംപ്ലോയറുടെ ഫാമിലിയുടെ അടുത്ത് നിങ്ങൾ വെക്കേഷന് പോകുന്ന കാര്യം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് ഈ റിലീവറെ റെഡിയാക്കുക. അതോടൊപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലീവറെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സമയങ്ങളിൽ ഇസ്രയേലിൽ നിന്ന് ഒരുപാട് പേര് വെക്കേഷൻ നാട്ടിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ റിലീവറെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം നേരത്തെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് റീ എൻട്രി വിസയാണ്. റീ എൻട്രി വിസയ്ക്ക് നമ്മൾ ഏജൻസിയാണ് റീ എൻട്രി വിസ തരുന്നത്. ഇതിനായി വേണ്ട ബയോഡാറ്റകൾ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോപ്പി. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമെങ്കിലും വാലിഡ് ഡേറ്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഫാമിലിയോട് പറഞ്ഞ് നിങ്ങളത് പുതുക്കി എടുപ്പിക്കുക. പിന്നെ ഫാമിലിയുടെ പെർമിഷൻ ലെറ്റർ, അതോടൊപ്പം 195 ഷെക്കലും നിങ്ങൾ ഏജൻസിക്ക് അയക്കുക. ചിലർ ഫാമിലി നമുക്ക് ഈ പേ ചെയ്തോളും, ചിലത് നമ്മൾ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏജൻസിക്ക് കൊടുക്കുന്നത്. ഒരു നാട്ടിൽ പോകുന്ന ഡേറ്റിന് ഒരു 3 ആഴ്ച മുമ്പെങ്കിലും ഏജൻസിയിലേക്ക് അയക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീ എൻട്രി വിസ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അധികം പാടൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ചിലർ ഫാമിലി ചെയ്തു തരും, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് വരിക. ഓക്കെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.